അപ്പോൾ ഇങ്ങനെ കുലുക്കല്ല ഒരുപാട് വണ്ടി ഇവിടെ ആകെ പ്രശ്നം. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മുടെ കാറിൽ ഇങ്ങനെ കിടന്ന് കുളുക്കാണ് പട്ടോളൂ. അപ്പോൾ നമുക്ക് ഡോക്ടർ അപ്പോയിൻമെന്റ്. ഹലോ, ഇന്നത്തെ പോലെയും വളരെ ഹാപ്പിയോടെ നമ്മളുടെ മറ്റൊരു ദിവസം കൂടെ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. പോരാത്തതിന് രാവിലെ തന്നെ നല്ല മഴയും, പിന്നെ വേറെ എന്തെങ്കിലും വേണോ നമുക്ക്? ഇപ്പം നാട്ടിൽ നല്ല മഴയാണ്. അതുമാത്രമല്ല, ഈ ഒരു ദിവസം എനിക്കും ധരണിക്കും വളരെ സ്പെഷ്യലാണ്. എന്താണെന്നല്ലേ? ജൂൺ 24 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 വർഷം അടിപൊളിയായിട്ട് ജീവിച്ചു സുഹൃത്തുക്കളെ. ഹലോ, ഞങ്ങളിന്ന് കൊച്ചി പോവാണ് കേട്ടോ. കൊച്ചി പോവാണ് കേട്ടോ. കാരണം എനിക്കിന്നൊരു അപ്പോയിൻമെൻറ്റും ഉണ്ട് ഡെൻ്റൽ ക്ലിനിക്കിൽ. ഇതെൻ്റെ 2ാമത്തെ അപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഇവിടെ എങ്ങും ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ കൊച്ചിയിൽ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തതെന്ന്. കാരണം എൻ്റെ പല്ല് എനിക്ക് എപ്പോഴും ഒരു വലിയൊരു ടാസ്ക്കാണ്. കാരണം ഞാനിത് എപ്പോഴാണ് കോളേജ് പഠിക്കുമ്പോൾ തൊട്ടിട്ട് എൻ്റെ പല്ല് ശരിയാക്കും, അതെന്തെങ്കിലും പ്രശ്നമാവും, പ്രോപ്പറായിട്ട് ശരിയാവില്ല, വെറുതെ സമയവും പൈസയും കളയുന്നല്ലാതെ എനിക്കൊരു ആവശ്യമില്ലാതെ ഞാൻ ക്ലിപ്പിട്ട് പല്ലൊക്കെ വല്ലാതെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ എനിക്ക് തന്നെ ആ ഒരു ഫീല് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ക്ലിപ്പ് അങ്ങ് എടുത്തു. അപ്പം പ്രോപ്പറായിട്ട് ക്ലിപ്പ് ഇടാത്തതിൻ്റെ പ്രശ്നം എനിക്ക് പിന്നെയാണ് വന്നത്. അപ്പം ആവശ്യമില്ലാത്ത ഗ്യാപ്പുകൾ, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പലയിടത്തും അന്വേഷിച്ചു. കാരണം എനിക്ക് ഓൾറെഡി നല്ല ബാഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് എനിക്കൊരു ഓക്കെ ഞാനിത് കുറേ അന്വേഷിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്, അവർ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഇന്ന് എൻ്റെ കൺസൾട്ടേഷനാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോഴേക്കും അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അല്ലേ ധരണി? നോക്കാം. പോകുന്ന വഴിക്ക് കഴിച്ചിട്ടേ കയറണം. എന്നിട്ട് മലയാളം എങ്ങനെയാണ്? ധരണി ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ മലയാളമൊക്കെ. എനിക്ക് അറിഞ്ഞ മലയാളത്തിൽ ഞാൻ കുറച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് കളിയാക്കിയ പിന്നെ ഞാൻ എങ്ങനെ മലയാളം സംസാരിക്കും? ഞാൻ കളിയാക്കിയതല്ല, ഞാൻ മോട്ടിവേറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ എന്താ ചോദിച്ചത്, എങ്ങനെയുണ്ട് ധരണയുടെ മലയാളം എന്നല്ല ചോദിച്ചത്. അത് കളിയാക്കുന്നതല്ലോ. ഞാൻ സമ്മതിച്ചു. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്ന പോലെ എനിക്ക് എന്തായാലും കൊച്ചിയിൽ ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് ഇനി ഷോപ്പിങ്ങിനായിട്ട് കൊച്ചിയിൽ പോകണമെന്നും പറഞ്ഞ് ധരണിയായിട്ട് ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇപ്പോൾ രണ്ടും ഒരേ സമയം നടന്നോളുമല്ലോ. സോ നമ്മളൊരു 2:30 ഒക്കെ ആയപ്പോഴേക്കും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഏർലി ആയിട്ട് വന്നെങ്കിലും എനിക്ക് അപ്പോൾ തന്നെ ഡോക്ടറെ കയറി കാണാൻ പറ്റി. അങ്ങനെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു നിർവൃതി അടഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ധരണി പാരഗണിലെ ബിരിയാണി കഴിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ കഴിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയും. അത് പാരഗണാണോ? ഞങ്ങൾ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടാണ് വീട്ടിൽ പാരഗണിൽ പോയി പാരഗൺ ബിരിയാണി കഴിക്കുന്നു, എന്നിട്ട് ഷോപ്പിംഗ് പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ. അതെ, പക്ഷെ എല്ലാം കുളമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അതിൻ്റെ അവസ്ഥ. എൻ്റെ അവസ്ഥ. ഞാൻ കൺസൾട്ടേഷന് പോകുമ്പോൾ എൻ്റെ വിചാരം ഓക്കെ, മറ്റേ ഇപ്പം ഈ എന്താ പറയുക, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, വലിയ ടൈമൊന്നും എടുക്കണ്ട, ഷോർട്ട് ടേമിൽ പല്ല് കറക്റ്റ് ചെയ്യാം, ഒരു സ്മൈൽ കറക്ഷൻ ചെയ്യാം, അങ്ങനെയുള്ള ഭയങ്കര പ്ലാൻ. ഞാൻ തന്നെ ഡോക്ടറായി ഞാൻ തന്നെ പ്ലാനൊക്കെ ചെയ്തിട്ട് ഇത് വേണം ഡോക്ടർ എന്നോട് പറയാനുള്ള ഐഡിയയോട് കൂടിയാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഉൾട്ടയായി. എനിക്കറിയാൻ പാടില്ലാത്ത എൻ്റെ പല പ്രശ്നങ്ങളും, എൻ്റെ പല്ലിൻ്റെ ഇപ്പോഴത്തെ മാരകമായ അവസ്ഥയും ഒക്കെ ഡോക്ടർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. എന്നിട്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഭയങ്കര പ്ലാനോട് കൂടെയാണ് പോയത്. അപ്പം കൺസൾട്ടേഷൻ ഒരു അരമണിക്കൂറിൽ പരിപാടിയുള്ളൂ. നേരെ പാരഗണിലേക്ക് ബിരിയാണി കഴിക്കാതായിരുന്നു പ്ലാൻ. അപ്പം ഡോക്ടർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ലഞ്ച് ടൈം കഴിഞ്ഞു. ധരണിക്ക് ഓൾറെഡി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ ധരണീനെ ഞാൻ പിടിച്ചിരുത്തിയതായിരുന്നു, കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ താഴെയുള്ളൊരു കടയിൽ പോയി ഫുഡ് കഴിക്കേണ്ട അവസ്ഥയായിപ്പോയി. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും
അതെ കോളായി. കൺസൾട്ടേഷൻ സമയത്ത് ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോകണമെന്ന് ഞാനും ധരണയും തീരുമാനിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തായാലും ആദ്യത്തെ പ്ലാൻ കുളമായ സ്ഥിതിക്ക് നെക്സ്റ്റ് നമ്മളുടെ പ്ലാൻ ഓണാണ്. അങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്ന എൻ്റെ മൈൻഡിനെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ധരണി നേരെ H&Mലേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല സെയിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഈ മാസത്തെ കോട്ട കംപ്ലീറ്റ്ലി കഴിഞ്ഞതാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ ഈ മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്ത് നല്ലൊരു എമൗണ്ട് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ട് ഈ ഷോപ്പിംഗ് ഞാൻ ധരണിക്കും കുഞ്ഞാപ്പൂവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ധരണിക്ക് മാത്രമുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞാപ്പൂവിന് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അങ്ങനെ ബില്ലിങ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അവരുടെ വെബ്സൈറ്റിൽ എന്തോ ഓഫർ പോകുന്നുണ്ട്, അപ്പോൾ അതിലൊന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് അതിൻ്റെ കോഡൊന്ന് ഷെയർ ചെയ്യാൻ. അതും നല്ല റീസണബിൾ ആയിരുന്നു കേട്ടോ. സോ നമുക്ക് വലിയ രീതിയിലുള്ള എമൗണ്ട് ഒന്നും ആയില്ല. ആ ഒരു ഡിസ്കൗണ്ടും അതല്ലാതെ സെയിലിൻ്റെ ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ H&Mൽ നിന്ന് ഇറങ്ങി നേരെ കാണുന്ന സുഡിയോയിലേക്കാണ് കേട്ടോ പോയത്. ഞാനൊരു ജാടയുടെ പുറത്ത് എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഉൾമനസ്സ് എന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുഞ്ഞാപ്പൂൻ്റെ പേരും പറഞ്ഞ് സുഡിയോയിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനുള്ള പോക്കാണ് കേട്ടോ അത്. ആക്ച്വലി ഞാൻ H&Mലും കുറച്ച് ഡ്രസ്സുകളൊക്കെ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അതേപോലെ തന്നെ സുഡിയോയിലും എനിക്കൊന്നും സെറ്റായില്ല. സോ കുഞ്ഞാപ്പൂനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം 7 മണിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി വെതറായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ആ വെതർ മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നല്ല ചൂട് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഈ വെതറിൽ ഒരു ചൂട് ചായ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. സോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ സർപ്രൈസിങ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്ത പേര് കേട്ടത് അങ്ങ് കമന്നടിച്ച് വീണതങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. നല്ല മുളക് ഇടിച്ചിട്ട് വെച്ച കപ്പയും ചൂട് ചായയാണ് കേട്ടോ. ഇതിൻ്റെ ഫീലിങ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഈ നാടൻ ടേസ്റ്റും കാര്യങ്ങളും നമുക്കത് ഇവിടെ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്. ആ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ ഫുഡും കൂടെ എൻ്റെ കൺമുന്നിൽ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഏത് കഴിക്കണം ഏത് വിടണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒടുക്കത്തെ ആക്രാന്തമാണ് എനിക്ക്. ഈ ആക്രാന്തമൊക്കെ മൂത്ത് പ്രാന്തായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നൈറ്റ് ഡിന്നറിനും കൂടെയുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഐ മീൻ പാഴ്സൽ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല. ഇത് മൊത്തം അവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഡിന്നറിനുള്ള ഫുഡും ഞാൻ വീട്ടിൽ പോയി കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴും ഉള്ള ഭാവങ്ങളാണ് എൻ്റെ മുഖത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ധരണീനെ പേടിച്ചിട്ടാണെങ്കിൽ എനിക്കത് പറയാനും പറ്റുന്നില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല കേട്ടോ. പലതവണ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ധരണി എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം പണ്ടേ എനിക്ക് ലേശം കൗതുകം കൂടുതലാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്നതിലധികം ഫുഡ് ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്യും. എന്നിട്ട് അത് അവസാനം വേസ്റ്റ് ആകും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ അത് വേസ്റ്റ് ആക്കാൻ കഴിയില്ല എന്നുള്ള ഒരേ ഒരു കാരണത്താൽ അത് മൊത്തം ധരണി ഇരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം ധരണി കഴിച്ച് തീർക്കണമല്ലോ എന്ന അതിയായ സങ്കടത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ എത്താറായപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ മുഖഭാവവും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു പ്രോ ഡ്രൈവറാണെന്ന്. എന്നാൽ അങ്ങനെ അല്ല കേട്ടോ. ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരു 6 മന്ത് ആയിട്ടേ ഉള്ളൂ. ചെന്നൈയിലാണെങ്കിൽ അവിടുത്തെ ട്രാഫിക്കിനെ പേടിച്ച് വണ്ടി എടുക്കാറ് പോലുമില്ല. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഞാൻ മാക്സിമം വണ്ടി എടുത്ത് ഓടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വൈകാതെ തന്നെ ഞാനൊരു കിടിലൻ ഡ്രൈവർ ആകുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റിൽ ഒരു സ്റ്റാർട്ടിങ് ഫേസിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസുകളിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. സോ അതുവഴി നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് ഇംപ്രവൈസ് ചെയ്യാനും എനിക്ക് സാധിക്കും. അങ്ങനെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വലിയ ആചാരങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.